നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശിലാസ്ഥാപന പെരുന്നാൾ ദിനമായി നാം ആചരിക്കുന്ന ദിവസമാണ് ഇന്ന്. ഒരു ദേവാലയത്തിൻ്റെ സ്ഥാപന ഉദ്ദേശം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനുള്ള നല്ല നേരമായിട്ടാണ് ഓരോ പ്രതിഷ്ഠാ പെരുന്നാളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് നാം ഇന്നലെ പറഞ്ഞു തുടങ്ങിയുണ്ടായി. ഒരു ദേവാലയത്തിൻ്റെയും ഒരു സഭയുടെയും അസ്തിത്വം എന്ത് എന്നുള്ളതിലൂടെയുള്ള അന്വേഷണത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെയും വിശ്വാസപരമായ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള കൃത്യമായൊരു അവബോധം നമുക്കും ലഭ്യമാവുന്നത്. ആരാണ് മനുഷ്യൻ, എന്താണ് അവൻ്റെ ഈ ഭൂമിയിലെ നിലനിൽപ്പിൻ്റെ അനിവാര്യത എന്നൊക്കെയുള്ള ചോദ്യങ്ങളും അവയുടെ അന്വേഷണങ്ങളും പലവിധമായിട്ട് നമ്മളുടെ പഠന ശാഖകളിൽ നാം കാണുന്നുണ്ട്. ആന്ത്രോപോളജി എന്ന ഒരു പഠനശാഖ തന്നെയുണ്ട് എന്ന് നമ്മൾക്കറിയാം, നരവംശാസ്ത്രം. അതിൽ മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും അവൻ്റെ ജീവിതത്തിൻ്റെ ക്രമാനുഗതങ്ങളായ പരിണാമങ്ങളെക്കുറിച്ചുമൊക്കെ നിരവധിയായ സൂചനകൾ ഫോസിലുകളുടെ പഠനത്തിലൂടെ, ഭൂമിശാസ്ത്രപരമായ പഠനത്തിലൂടെ, സംസ്കാരങ്ങളുടെ പഠനത്തിലൂടെയൊക്കെ നാം ആർജിക്കുന്ന രീതി നമുക്കുണ്ട്. സെക്യുലർ ലോകത്ത് വളരെ പ്രബലമായി നിലനിൽക്കുന്നുമുണ്ട്. എന്നാൽ ഒരു ദേവാലയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സഭാപരമായി ഒരു മനുഷ്യൻ എങ്ങനെയാണ് നിർവചിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കുറെ കൂടി ആഴത്തിൽ ഓർമ്മിച്ചെടുക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു ദിവസമാണ് ശിലാസ്ഥാപനത്തിൻ്റെ ദിവസം. മാൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ എന്ന അരിസ്റ്റോട്ടലിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു സാമൂഹികമായ സോഷ്യൽ ആനിമലാണ്, രാഷ്ട്രീയ ജീവിയാണ്. ഇങ്ങനെ പലതരത്തിലുള്ള നിർവചനങ്ങൾ സെക്കുലർ ലോകം മനുഷ്യന് നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ സഭാപരമായി ഏറ്റവും പ്രസിദ്ധമായ ഒരു നിർവചനം ഗ്രീക്ക് തത്വചിന്തകന്മാരുടെ ആ ഒരു കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ പിൽക്കാലഘട്ടത്തിലോ ഒക്കെയായി രൂപപ്പെട്ട ഒന്ന് സെയിന്റ് ബേസിലിൻ്റെതായി നാം വായിക്കുന്നത് മാൻ ഇസ് എ ലിറ്റർജിക്കൽ ബീയിങ് എന്നുള്ളതാണ്. മനുഷ്യന്റെ ആരാധനാപരമായ അസ്തിത്വത്തെ ഊന്നി പറഞ്ഞുകൊണ്ട് സർവ സൃഷ്ടിക്കും വേണ്ടി ദൈവസന്നിധിയിൽ മഹത്വം കരയേറ്റുന്ന, ദൈവത്തിനും മറ്റ് സൃഷ്ടികൾക്കുമിടയിൽ മധ്യസ്ഥനായിരിക്കുന്ന, സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ എന്ന നിലയിലാണ് മനുഷ്യന്റെ അസ്തിത്വം സഭാപരമായി നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. ആ അസ്തിത്വത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു വേദിയാണ് സത്യത്തിൽ നമ്മുടെ ദേവാലയങ്ങൾ. അതുകൊണ്ടാണ് ദേവാലയങ്ങൾ ആരാധനയുടെ ഇടങ്ങളായിട്ട് നാം കണക്കാക്കുന്നത്. പ്രത്യേകമായി കൂദാശ ചെയ്ത് ശുദ്ധീകരിക്കപ്പെട്ട ഇടമായി ദേവാലയത്തെയും ആരാധനാ സമയത്തെ ശുദ്ധീകരിക്കപ്പെടുന്ന സമയമായും നമ്മൾ കണക്കാക്കുന്നത്. ഹിസ്റ്റോറിക്കൽ ടൈമിൽ നിന്ന് സേക്രഡ് ടൈമിലേക്കുള്ള ഒരു കടന്നുവരവാണ് സത്യത്തിൽ ദേവാലയത്തിലേക്കുള്ള പ്രവേശനം. നമ്മുടെ വ്യാവഹാരികമായ ലോക വ്യാപാരങ്ങളിൽ നിന്ന് മാറി ദേവാലയത്തിനുള്ളിലേക്ക് നാം കുരിശു വരച്ച് പ്രവേശിക്കുമ്പോൾ ഈ ചരിത്ര ലോകത്തിൻ്റെ ഇന്നലെ, ഇന്ന്, നാളെ എന്നുള്ള സമയബന്ധിതമായ ഭൂതഭാവി വർത്തമാനങ്ങൾക്കതീതമായ ഒരു നിത്യതാ അവബോധത്തിലേക്ക് നമ്മെ ആനയിച്ചുകൊണ്ടാണ് സേക്രഡ് ടൈമിലേക്ക്, സേക്രഡ് സ്പേസിലേക്ക് നമ്മൾ ദേവാലയത്തിൽ പ്രവേശിക്കുന്നത്.
അപ്പം അത്തരത്തിൽ നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കാലാതീതമായ ഒരു ബോധത്തിലേക്കാണ് ആരാധന നമ്മുടെ മനസ്സുകളെ ഉണർത്തുന്നത്. നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഭൗമികമായ എല്ലാത്തരം ആശങ്കകളുടെയും ആകുലതകളുടെയും അപ്പുറത്ത് സകല ആകുലതയും അവൻ്റെ മേൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നാം സ്വതന്ത്രരാകുന്നു. അതിമനോഹരമായ നിമിഷങ്ങളിലേക്കാണ് സത്യത്തിൽ ആരാധനാ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ സഭ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആരാധനാ ജീവിതത്തിന് പ്രധാനമായി വേണ്ട രണ്ട് സംഗതികൾ എന്തൊക്കെയെന്ന ഓർത്തഡോക്സ് വർഷിപ്പിന് ആധാരമായ അല്ലെങ്കിൽ രണ്ട് പ്രീ റിക്വസിറ്റ്സ് ഫോർ ഓർത്തഡോക്സ് വർഷിപ്പ് എന്ന ടൈറ്റിലിൽ രണ്ട് പാഠങ്ങളുണ്ട്. അതുമാത്രം ഞാനൊന്ന് സൂചിപ്പിക്കാം. ഒന്ന് ഹ്യൂമിലിറ്റിയാണ്. ചുങ്കക്കാരൻ്റെയും പരീശന്റെയും ഉപമ യേശു തമ്പുരാൻ പറയുന്നതിനെ അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. താൻ ദിവസം ഉപവസിക്കുന്ന കാര്യവും ദശാംശം കൊടുക്കുന്ന കാര്യവും ആരാധനകളിൽ സംബന്ധിക്കുന്ന കാര്യങ്ങളുമൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചുകൊണ്ട് അയാൾ ദൈവസന്നിധിയിൽ ഒരു സ്വയനീതീകരണത്തിൻ്റെ പ്രാർത്ഥന അർപ്പിക്കുന്നുണ്ട്. മറുവശത്ത് ചുങ്കക്കാരനായ മനുഷ്യൻ ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന് ആവർത്തിച്ചുരുവിട്ട് കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ മുഖമുയർത്താനാവാതെ അനുതാപത്തോടെ നിൽക്കുന്ന ഒരു കാഴ്ചയും യേശു പഠിപ്പിക്കുന്നുണ്ട്. ടു ബി ഹംബിൾ ഈസ് നോട്ട് ആൻ ഈസി തിങ്. നമുക്കറിയാം, വിനയം വേണമെങ്കിൽ അഭിനയിക്കാൻ പറ്റും. അഭിനയവും വിനയവും നാട്യശാസ്ത്രത്തിലെ രണ്ട് നയങ്ങളാണ് നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ അത് അഭിനയിക്കാൻ അത് മൂന്നാമത്തെ നയമാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാവുന്ന ഒന്നാണ് നമ്മളുടെ വിനയം. പക്ഷേ സ്വാഭാവികമായി നമ്മിൽ അത് രൂപപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ ആരാധന എന്നുള്ളത് കൊണ്ടാണ് വിനയമാണ് ആരാധനാ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യകത എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. വേദശാസ്ത്രപരമായി തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളിവിടെ വന്ന് നിന്ന് ആരാധിക്കുമ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയാണ്, അനന്തതയാണ്. അനന്തമായ ദൈവകാരുണ്യത്തെ, അനന്തമായ ദൈവസ്നേഹത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുന്ന ആ നിമിഷമാണ് ആരാധന. ആ ഇൻഫിനിറ്റി അഡ്രസ്സ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് നമ്മുടെ ഫൈനൈറ്റ് നേച്ചറിനെ കുറിച്ച്, നമ്മുടെ പരിമിതികളെ കുറിച്ച്, നമ്മുടെ ലിമിറ്റേഷൻസിനെ കുറിച്ച് നമുക്ക് ബോധ്യം വരിക. ദൈവമേ നീ പരിശുദ്ധനാകുന്നുവെന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ അവൻ്റെ ഇൻഫിനിറ്റ് ഹോളിനെസ്സിന്റെ മുമ്പിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ എല്ലാത്തരം ഷോർട്ട് കമ്മിങ്സ് കൊണ്ട്, നമ്മുടെ എല്ലാത്തരം പാപങ്ങൾ, എല്ലാത്തരം കുറവുകൾ, എല്ലാത്തരം ബലഹീനതകളിലുമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു അനുതാപം, ആ അനുതാപമാണ് യഥാർത്ഥത്തിൽ നമ്മളെ സ്വാഭാവികമായ താഴ്മയിലേക്ക് ആനയിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, നമ്മളൊരു കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഒരു വലിയ മരത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒക്കെ നമുക്ക് തോന്നുന്ന ഒരു തോന്നലുണ്ട്, ഇതെത്ര വലുതാണ്, നമ്മളെത്ര ചെറുതാണ്. അപ്പോൾ കടലിനെയും കരയെയും ആകാശത്തെയും പർവ്വതങ്ങളെയും കാരുകലുകളെയും മൃഗങ്ങളെയും സകല കന്നുകാലികളെയും ആകാശങ്ങളെയും ആകാശത്തിന്മീതെയുള്ള വെള്ളങ്ങളെയും സൃഷ്ടിച്ചവനായി ദൈവമഹത്വത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ എത്ര ചെറുതാണ്, എത്ര നിസ്സാരരാണ്. അതുകൊണ്ടാണ് ആരാധനാ ജീവിതം നമുക്ക് സമ്മാനിക്കുന്ന ഏറ്റവും വലിയ ആത്മബോധം ഈ വിനയത്തിൻ്റെതാണ്. ദൈവം മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാത്തരം അഹന്തകളെയും അഴിച്ചു വയ്ക്കാൻ നമുക്കാവണം. ചിലപ്പോഴൊക്കെ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ അഹന്തകളൊക്കെ വളരെ പെട്ടെന്ന് പ്രകോപിപ്പിക്കപ്പെടുന്നവയാണ്. നമുക്ക് പലപ്പോഴും പറ്റാതെ ദൈവം മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് പോലും തോന്നാതെ ചിലപ്പോഴൊക്കെ ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെ പ്രവർത്തിക്കും. ഈ വിസ്മൃതി പിശാചുണ്ടാക്കുന്നതാണ്. ഈ വിസ്മൃതി പിശാചുണ്ടാക്കുന്നതാണ്.
നമ്മളതിനെ അത്ര ഗൗരവമായി എടുക്കുന്നുമില്ല. നമ്മൾ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന അവബോധമില്ലാതെ ആരാധനയിൽ പോലും നമ്മൾ ആയിരിക്കുന്നതിൻ്റെ അപകടം അതെത്ര വലുതാണ് എന്നുള്ളത് സഭാപിതാക്കന്മാർ നമ്മളെ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന് ആവർത്തിച്ച് കുറേലായിസോൻ എന്ന അനുതാപത്വ ചൊല്ലിക്കൊണ്ട് ആ അനുതാപ ഹൃദയത്തോടു കൂടി ആയിരിക്കണം ദൈവസന്നിധിയിൽ നിലനിൽക്കേണ്ടത് എന്ന് സഭാ പാരമ്പര്യം നമ്മളെ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത്. രണ്ടാമത് ആരാധനാ ജീവിതത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അല്ലെങ്കിൽ പ്രീ റിക്വസിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ഈസ് ദ ക്ലെൻലിനെസ് ആൻഡ് പ്യൂരിറ്റി. ജീവിതത്തിന്റെ നൈർമല്യമാണ്. നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സോ കോൾഡ് ശുദ്ധി അശുദ്ധി എന്നുള്ള ഒരു വിചാരത്തിനപ്പുറത്ത് നമുക്ക് ജീവിതത്തോടുള്ള സമീപനം അതെത്രമേൽ നിസ്വാർത്ഥമാണ്, എത്രമേൽ അജണ്ടകളില്ലാത്തതാണ്, എത്രമേൽ സത്യസന്ധമാണ്, അതനുസരിച്ചാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ നൈർമല്യം നിലനിൽക്കുന്നത്. നേരോടുകൂടി ജീവിതത്തിൽ നിലനിൽക്കാനായിട്ടുള്ള പരിശ്രമമാണ് യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെല്ലാം നമുക്ക് സംഭവിക്കും. നമ്മൾ ഏത് തലങ്ങളിലായാലും നേരോടുകൂടി നിലനിൽക്കാൻ നമ്മളെ സഹായിക്കാത്ത ഘടകങ്ങളാണ് നമ്മൾ എത്തിച്ചേരുന്ന ഇടങ്ങളിലൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്നത്. ആ ഘട്ടത്തിൽ ദൈവമേ, നിന്നോടുള്ള സന്ധിയിൽ അല്ലെങ്കിൽ സത്യത്തോടുള്ള സന്ധിയിൽ നിലനിൽക്കാൻ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം നാം ദൈവം മുമ്പാകെ നിൽക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ ഒരു ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന കോർപ്പറേറ്റ് പ്രാർത്ഥനകളുണ്ട്, ഇൻഡിവിജ്വൽ പ്രാർത്ഥനകളുണ്ട്, സാമൂഹികമായ പ്രാർത്ഥനാ തലങ്ങൾ. ഒരു ആരാധനാലയത്തിൽ സംഭവിക്കുന്നതെല്ലാം അതിൻ്റെ ഒരു കോർപ്പറേറ്റ് മാനമാണ്. സാമൂഹിക മാനത്തിൽ നിന്നുകൊണ്ടാണ് പൊതുപ്രാർത്ഥനകൾ നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ പുതിയ കാലത്ത് നമ്മൾ ചില ആളുകളൊക്കെ ഈ ആരാധനാലയങ്ങളോട്, സഭയുടെ പ്രവർത്തനങ്ങളോട്, സഭയുടെ ശുശ്രൂഷക്കാരായ മേൽപ്പട്ടക്കാരുടെ, വൈദികരുടെ പ്രവർത്തനങ്ങളിലെ വൈകല്യങ്ങളോ അപാകതകളോ കൊണ്ട് ചില ആളുകളൊക്കെ പറയും, എന്നാ ഇനി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കേണ്ട കാര്യമുള്ളൂ, വീട്ടിലിരുന്നായാലും പ്രാർത്ഥിച്ചാൽ പോരെ, വീട്ടിലിരുന്നായാലും പ്രാർത്ഥിച്ചാൽ പോരെ, ദൈവത്തോടല്ലേ പ്രാർത്ഥിക്കുന്ന എവിടെയായാലും. ഇത് ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ജൻസിയുടെ ചോദ്യമൊന്നുമല്ല. ഇതെല്ലാം കാലഘട്ടത്തിലെയും ജൻസിയുടെ ചോദ്യമാണ്. പ്രത്യേകിച്ച് 4-ാം നൂറ്റാണ്ടിൽ അന്നത്തെ കാലത്തെ പുതിയ തലമുറ ഇതേ ചോദ്യം ഉന്നയിക്കുന്ന സമയത്ത് സെയിന്റ് സിപ്രിയൻ എന്ന് പറയുന്ന സഭാപിതാവ് പറഞ്ഞിരിക്കുന്ന മനോഹരമായ ഒരു ഉത്തരവുണ്ട്. എന്തിന് പള്ളിയിൽ പോകണം, പൊതുവായി പ്രാർത്ഥിക്കണം, എല്ലാവരുടെയും കൂടെ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഉത്തരം, യു കനോട്ട് ഹാവ് ഗോഡ് as your father unless you have the church as your mother. You cannot have God as your father unless you have the church as your mother. ദൈവത്തെ പിതാവായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് സഭ എന്ന അമ്മയിലൂടെയാണ്. The church as a good and affectionate mother cares and nourishes her children with spiritual food and provides all the means for the spiritual welfare of her people. ഒരമ്മയെ പോലെ സഭ, ഒരമ്മയെ പോലെ പള്ളി നമ്മെ കരുതുന്നുണ്ട്. ദൈവത്തെങ്കിലേക്ക് നമ്മുടെ മനസ്സുകളെ, നമ്മുടെ ഹൃദയവിചാരങ്ങളെ ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധനാ ജീവിതത്തിലൂടെ ആത്യന്തികമായി നാം സ്വായത്തമാക്കുന്ന ഒരു ആത്മശാന്തി, അതിനാധാരമായി നിൽക്കുന്നത് നമ്മുടെ ബോധകേന്ദ്രം മാറുന്നു എന്നുള്ളതാണ്. പള്ളിക്ക് പുറത്ത് ഞാൻ എന്നെ ചുറ്റിപ്പറ്റി എൻ്റെ ബോധകേന്ദ്രം നിലനിൽക്കുന്നെങ്കിൽ പള്ളിക്കുള്ളിൽ പ്രവേശിക്കുമ്പോൾ അത് ദൈവത്തെ ചുറ്റിപ്പറ്റിയുള്ള വിചാരങ്ങളാവുന്നു. ഇവിടെയാണ് ഒരു തെയോസെൻട്രിക് ഹ്യൂമനിസത്തിലേക്ക് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുന്നത്. സാധാരണ മാനുഷിക ജീവിതത്തിൽ നിന്ന് ദൈവകേന്ദ്രീകൃതമായ, സ്വയകേന്ദ്രീകൃതമായ ജീവിതാവബോധങ്ങളിൽ നിന്ന് ദൈവകേന്ദ്രീകൃതമായ
ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മളെ പിടിച്ചുയർത്തുന്ന സ്ഥലമാണ് നമ്മുടെ ദേവാലയം. അതുകൊണ്ട് ഇതിൻ്റെ ശിലാസ്ഥാപന പെരുന്നാൾ ദിനം നാം ആചരിക്കുമ്പോൾ ഈ സ്ഥലത്തിന്, ഈ നിർമ്മിതിക്ക്, ഈ ദേവാലയത്തിന് എത്രമാത്രം പ്രാധാന്യം നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ട്, ദൈവബന്ധത്തിലുണ്ട്. നമുക്ക് ദൈവവുമായുള്ള ബന്ധത്തിൽ ഈ ദേവാലയത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്. നമ്മുടെ ജീവിതത്തെ കുറെ കൂടി ദൈവീകമായ ലാവണ്യത്തിൽ നിലനിർത്താൻ നമ്മെ സഹായിക്കുന്ന ഒരിടം എന്നുള്ള നിലയിൽ വീണ്ടും വീണ്ടും ഈ ദേവാലയത്തെ ഓർത്തെടുക്കാനും ഈ ദേവാലയ നിർമ്മാണത്തിന് തുനിഞ്ഞിറങ്ങിയവരെ, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവരെ, ഈ ദേവാലയത്തിൽ ഇത്രയും തലമുറകളായി ആരാധിച്ചു പോന്നിരുന്ന മൺമറഞ്ഞുപോയ അനേകം മനുഷ്യരെ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരെ എല്ലാവരെയും ഹൃദയപൂർവ്വം നന്ദിയോടെ ഓർക്കാനും കൂടിയുള്ള ഒരു ദിവസമാണ്. നമ്മെ വഴി നടത്തിയ ആചാര്യ ശ്രേഷ്ഠന്മാരെയും ഹൃദയപൂർവ്വം ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാൻ കൂടിയുള്ള ഒരു ദിവസമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.